നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലീനിയർ സെർച്ചിനെ പറ്റിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പത്തെ എല്ലാം കണ്ടിരിക്കണം. അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാൻ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിലുള്ള ഐക്കാർഡിൽ ഞെക്കിക്കഴിഞ്ഞാൽ മതി, നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയുടെ മെയിൻ പാർട്ടിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ഈ പറഞ്ഞ ലീനിയർ സെർച്ച് എന്നുള്ളതാണ്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അറയിലെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന പരിപാടിയാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാനുവലായിട്ട് നോക്കാം. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ മാനുവലായിട്ട് നമ്മൾ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ലീനിയർ സെർച്ചും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു അറേ ഉണ്ടാക്കുകയാണ്. അറയുടെ അകത്ത് ഞാൻ കുറച്ച് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇൻഡെക്സ് എഴുതിയിട്ട് നമ്മൾ ഒരു എലമെന്റ് അതിൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് നോക്കാം. ഇതാണ് എൻ്റെ അറേ. ഈ അറയിൽ ഞാൻ ഓരോ എലമെന്റ്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ അറയ്ക്ക് ഒരു ഇൻഡെക്സ് ഉണ്ട്, അത് ഞാൻ ഈ അറയുടെ മുകളിൽ എഴുതുകയാണ്. അപ്പൊ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 to n-1 ആണ്. ഞാൻ അറയുടെ അകത്ത് ഇൻഡെക്സ് എഴുതി. നമുക്ക് അറയുടെ എലമെന്റ്സ് എഴുതാം. അപ്പൊ എലമെന്റ്സ് നമുക്ക് എന്തെങ്കിലും ഒരു എലമെന്റ്സ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് എൻ്റെ അറയുടെ അകത്തെ എലമെന്റ്സ്. അപ്പൊ നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലൊരു എലമെന്റ് എഴുതാൻ ഞാൻ. അപ്പൊ ഇതില് 7 ഈ പറഞ്ഞ അറയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ എലമെന്റ്, അതായത് ഇൻഡെക്സ് 0 ആയിരിക്കുമ്പോൾ എലമെന്റ് ഈ 7 ആണോ എന്ന് ചെക്ക് ചെയ്യും, ഈക്വാലിറ്റി ചെക്ക് ചെയ്യും. ഇപ്പൊ 7 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരിപാടി നിർത്താം. പക്ഷെ ഇവിടെ 7 അല്ല, 5 ആണ്. അതിനുശേഷം ഈ അറേയുടെ ഇൻഡെക്സ് 1 ആയിരിക്കുന്ന എലമെന്റ്, അതായത് 10, 7 ആണോ എന്ന് ചെക്ക് ചെയ്യും. 7 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ എലമെന്റ് 7 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും അറേയുടെ ഇൻഡെക്സ് 2 ആയ എലമെന്റ് 7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡെക്സിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇൻഡെക്സ് നമ്മൾ ഒരു പെട്ടിക്കകത്ത് ഇട്ടു. ഇൻഡെക്സിനെ പെട്ടിക്കകത്ത് ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റം കിട്ടി എന്ന് പറയുക. എത്രാമത്തെ സ്ഥലത്ത്? ഇൻഡെക്സ് 2-ല്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് 25 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ എന്നാണ്. ഞാൻ 25 ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാനുള്ള പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ 25 ആദ്യത്തെ 0th എലമെന്റ് ആണോ എന്ന് നോക്കും. അറേയുടെ ഇൻഡെക്സ് 0 എലമെന്റും 25 ഈക്വൽ ആണോ നോക്കും, അല്ല. ഫസ്റ്റ് എലമെന്റും 25 ഈക്വൽ ആണോ നോക്കും, അല്ല. സെക്കൻഡ് എലമെന്റും 25 ഈക്വൽ ആണോ നോക്കും, അല്ല. തേർഡ് എലമെന്റും അറേയുടെ തേർഡ് എലമെന്റ് അല്ല, ഇൻഡെക്സ് തേർഡുള്ള അറേയുടെ എലമെന്റും ഈ പറഞ്ഞ 25 ഈക്വൽ ആണോ എന്ന് നോക്കും. ഇൻഡെക്സ് 4 എലമെന്റും ഈ പറഞ്ഞ 25 ഈക്വൽ ആണോ എന്ന് നോക്കും. അപ്പൊ നമുക്ക് ഇൻഡെക്സ് 4 എലമെന്റ് 25 ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡെക്സ് 4 സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ പറയും നാലാമത്തെ ഇൻഡെക്സിൽ 25 എന്ന എലമെന്റ് കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന്. അപ്പൊ ഇനി നമുക്ക് ഈ അറയിൽ ഇല്ലാത്ത ഒരു എലമെന്റിനെ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഈ അറയിൽ ഇല്ലാത്ത ഒരു എലമെന്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഞാനൊരു 11 കൊടുത്തു. ഈ അറയിൽ ഇല്ലാത്ത എലമെന്റ് ആണ് 11. നമ്മൾ 11 അറയിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 11 ആദ്യം 0th ആയിട്ട് നോക്കും. അപ്പൊ നമുക്ക് കിട്ടും അല്ല. 1 നോക്കും, അപ്പം അല്ല. 2 നോക്കും. 2 ഇൻഡെക്സിലുള്ള എലമെന്റ് 7 ആണ്. അപ്പൊ 7ഉം 11 ഈക്വൽ അല്ല. 3 ഇൻഡെക്സിലുള്ള എലമെന്റ് 1 ആണ്. 1ഉം 11 ഈക്വൽ അല്ല. 4 ഇൻഡെക്സിലുള്ളത് 25 ആണ്. 25ഉം 11 ഈക്വൽ അല്ല. അതുപോലെ 5ാമത്തെ ഇൻഡെക്സിലുള്ളത് 8 ആണ്. 8ഉം 11 ഈക്വൽ അല്ല. അപ്പൊ എലമെന്റ് കിട്ടിയില്ല. അപ്പൊ ഇൻഡെക്സില്
വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ ഗാർബേജ് വാല്യൂ ആയിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ അറേയുടെ ഇൻഡെക്സ് ഇല്ലാത്തൊരു വാല്യൂ ആദ്യം ഇനിഷ്യലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ -1 കൊടുത്തു എന്ന് കരുതുക. ഇനി നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഈ എലമെന്റ് എവിടെ ഫൗണ്ട് ആകുന്നോ എവിടെ കിട്ടുന്നോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളിന്റെ അകത്തേക്ക് നമ്മൾ ആ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ -1 ഒരിക്കലും ഇൻഡെക്സ് ആകുകയില്ല. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ വേരിയബിൾ, ഇപ്പൊ ഈ വേരിയബിളിന് ഞാൻ എലമെന്റ് നീന്നും എല്ലാം കൊടുത്തു. അപ്പൊ ഈ എന്ന് പറഞ്ഞ സാധനം പ്രോഗ്രാമിന്റെ അവസാനം -1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എലമെന്റ് കിട്ടിയില്ല. ഈ എന്ന് പറഞ്ഞ സാധനം നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താ, എലമെന്റ് അവിടെ കിട്ടി. അപ്പൊ അതാണ് നമ്മുടെ അവസാനത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 0 മുതൽ n-1 വരെ എല്ലാ എലമെന്റും സെർച്ച് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കും i. അത് കഴിഞ്ഞ് നമ്മൾ ഈക്വാലിറ്റി ചെക്കിങ് നടത്തും. അതിനുശേഷം നമുക്ക് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു പ്രോഗ്രാം ആക്കി എഴുതാമെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ അറേയുടെ എലമെന്റ്സ്, എത്ര എലമെന്റ്സ് ഈ അറയിൽ ഉണ്ടെന്ന് അറിയണം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അപ്പൊ അതിനെ ഞാൻ n എന്ന് വിളിച്ചു. രണ്ടാമതായിട്ട് നമുക്ക് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ വേണം. അതിനെ i എന്ന് വിളിച്ചു. മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് ഈ അറേയുടെ എലമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. അപ്പൊ അതിനെ ഞാൻ e എന്ന് വിളിച്ചു. അപ്പം ഇത്രയും ഞാൻ തൽക്കാലം ചെയ്തു. ഇനി നമുക്ക് ഈ അറേയുടെ ലെങ്ത് എത്രയാണെന്ന് യൂസറോട് ചോദിക്കാം. അപ്പൊ അറേയുടെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അറേയുടെ ലെങ്ത് യൂസർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അറേയുടെ ലെങ്ത് റീഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അറേ ഉണ്ടാക്കാം. അപ്പൊ അറേയുടെ ലെങ്ത് ആയിട്ട് n ആണ്. അപ്പൊ നമ്മൾ അറേ ഉണ്ടാക്കി. ഇനി നമുക്ക് അറേയുടെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യാം. അപ്പൊ അറേയുടെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എൻ്റർ ദ എലമെന്റ്സ് ഓഫ് ആൻ അറേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുന്നു. നമ്മൾ അറേയുടെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യാൻ ഉള്ള മെസ്സേജ് കൊടുത്തു. നമ്മൾ അറേ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അറേ ഇൻപുട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ലൂപ്പ് ആണ്. അപ്പോൾ i = 0, i <n, i++. അപ്പം ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ എപ്പിസോഡ് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് സ്കാൻഎഫ് കൊടുത്തിട്ട് നമ്മൾ അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ആംപ്രസന്റ് കൊടുക്കുക, അറേയുടെ പേര് കൊടുത്തിട്ട് i കൊടുക്കുക. അപ്പൊ അറേയുടെ എലമെന്റ് നമുക്ക് റീഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൂപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സെർച്ച് ചെയ്യുവാനുള്ള എലമെന്റ് ഇൻപുട്ട് ചെയ്യുവാനായി നമ്മൾ യൂസറിനോട് ആവശ്യപ്പെടണം. അപ്പൊ നമ്മുടെ യൂസർ എൻ്റർ ചെയ്യാനായിട്ട് എൻ്റർ ദ എലമെന്റ്. അപ്പം എലമെന്റ് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് ആഡ് ചെയ്തു. അപ്പം സെർച്ച് ചെയ്യേണ്ട എലമെന്റ് അപ്പൊ യൂസർ എൻ്റർ ചെയ്യണം. അപ്പൊ അത് റീഡ് ചെയ്യണം. നമ്മൾ റീഡ് ചെയ്യാനായിട്ട് സ്കാൻഎഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ എലമെന്റ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനെ നമുക്ക് നമ്മൾ e എന്ന് പറഞ്ഞ വേരിയബിൾ എലമെന്റ് സ്റ്റോർ ചെയ്യാനും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണമെന്ന്. അപ്പൊ നമുക്ക് in എന്ന് പറഞ്ഞ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആക്കി. അപ്പൊ in ആയിരിക്കും ഇൻഡെക്സ് സ്റ്റോർ ചെയ്യണത്, ഈ എലമെന്റ് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ആംപ്രസന്റ് e കൊടുത്തു. അപ്പം എലമെന്റ് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ ലോജിക്കിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൂപ്പ് വേണം. ആ ലൂപ്പിൽ ഇനിഷ്യലായിട്ട് ഇൻഡെക്സ് i = 0, i <n, i++. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും സെർച്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്കൊരു ഇഫ് വേണം. ആ ഇഫിൻ്റെ അകത്താണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കണ്ടീഷൻ അറേ ഓഫ് i എന്ന് പറയുന്നത് എലമെന്റ് ആണോ എന്നാണ്. എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് നമുക്ക് സംഭവിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ e എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അകത്തേക്ക് ആ i സ്റ്റോർ ചെയ്യാം.
ഇ എന്ന് പറഞ്ഞ വേരിയബിൾ അല്ല, സോറി, ഇൻഡെക്സിന് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പം ഇൻഡെക്സ് ഐ എൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഐ സ്റ്റോർ ചെയ്തു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഐ എൻ എന്ന് പറഞ്ഞ വേരിയബിള്, ഓക്കെ ഇവിടെ ചേഞ്ച് വരുത്താം. ഐ എൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഇതാണ്. ഇ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഈ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഇതാണ്. അപ്പം ഇ എന്ന് പറഞ്ഞ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മൾ ഐ എൻ സ്റ്റോർ ചെയ്തു. അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് കൊടുക്കണം. അപ്പം നമ്മുടെ പ്രോഗ്രാം പുറത്തേക്ക് ചാടി. അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിൽ ഐ എൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലായിട്ട് -1 കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഈ ലൂപ്പിൻ്റെ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഐ എൻ ഈക്വൽ ടു -1 എന്ന് കൊടുത്തു. -1 കൊടുത്തതിൻ്റെ കാരണം അറേയുടെ ഇൻഡെക്സ് ആണ് നമ്മൾ ഐ എന്നിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ഇൻഡെക്സും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ i-1 ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എലമെന്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ റീപ്ലേസ് ആകും. ഐ എൻ റീപ്ലേസ് ആകും. ഓക്കെ, ഇനി നമുക്ക് എലമെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാം. അപ്പോൾ ഒരു ഇഫ് കണ്ടീഷന്റെ അകത്ത് ഈ ഐ എന്നിന്റെ അകത്ത് -1 ആണെന്നുണ്ടെങ്കിൽ എലമെന്റ് കിട്ടിയില്ല. അപ്പോൾ ഐ എൻ ഡബിൾ ഈക്വൽ ടു -1 ആണെങ്കിൽ പ്രിന്റ് കൊടുക്കുക, എലമെന്റ് കിട്ടിയില്ല. എലമെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇനിയും അല്ലാത്ത പക്ഷം എൽസിന്റെ അകത്ത് എഴുതുക. എൽസിന്റെ അകത്ത് നമുക്ക് എഴുതേണ്ടത് എലമെന്റ് കിട്ടി എന്നാണ്. എലമെന്റ് കിട്ടുമ്പോൾ ലൊക്കേഷൻ കൂടെ പറയണം. പ്രിന്റ് %d ഈസ് located at ഇൻഡെക്സ് %d കൊടുക്കുന്നു, /n കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ എലമെന്റ് ആണ്, രണ്ടാമത്തത് ഐ എൻ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രോഗ്രാം വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ നമ്മുടെ വേരിയബിൾസ് ഒക്കെ ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറേയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ആ ലെങ്ത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ലെങ്ത് വെച്ച് നമ്മൾ അറേ ഉണ്ടാക്കുന്നു. അതിനുശേഷം അറേയുടെ എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്മളൊരു ലൂപ്പ് ഉപയോഗിച്ച് അറേയുടെ എല്ലാ എലമെന്റ്സും യൂസറിൽ നിന്നും മേടിക്കുന്നു. അതിനുശേഷം നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഇ എന്ന് പറഞ്ഞ വേരിയബിളിലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കുന്നു. ആ ലൂപ്പ് ഐ മുതൽ n-1 വരെ ഓടുന്നതാണ്. അതിൽ ഐ എൻ എന്ന് പറഞ്ഞത്, അതായത് ഇൻഡെക്സ് നമുക്ക് കിട്ടിയ എലമെന്റിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലായിട്ട് -1 കൊടുക്കുന്നു. അതിനുശേഷം ഈ അറേ ഓഫ് ഐ, അതായത് എലമെന്റ് ഐ എന്ന് പറഞ്ഞാൽ 0 മുതൽ n-1 വരെയുള്ള റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് ഇയുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡെക്സിലേക്ക് ഐ റീമാർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇൻഡെക്സ് 0 മുതൽ n-1 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യയായിട്ട് ചേഞ്ച് ചെയ്യപ്പെടും. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി സെർച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ഈ ലൂപ്പിന്റെ പുറത്തേക്ക് ചാടും. ഈ i-1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സ്റ്റേറ്റ്മെന്റ് നടന്നില്ല എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എലമെന്റ് നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് -1 ആണെന്നുണ്ടെങ്കിൽ എലമെന്റ് കിട്ടിയില്ല എന്ന് പറയും. അതിന്റെ എൽസ് പാർട്ടിൽ എലമെന്റ് കിട്ടിയെന്ന് നമ്മൾ പറയും. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ എറർ ഒന്നുമില്ല. അപ്പോൾ ആദ്യം എറയുടെ ലെങ്ത് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അറയിൽ 5 എലമെന്റ് ഉണ്ടെന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എല്ലാ എലമെന്റും എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ 5, 10, 4, 6, 8. അപ്പം സെർച്ച് ചെയ്യേണ്ട എലമെന്റ് ഞാനിപ്പം 6 പറയുന്നത്. അപ്പോൾ 6 ലൊക്കേറ്റ് അടുത്ത് 3 എന്നാണ് പറയുന്നത്. അപ്പോൾ 0, 1, 2, 3. ഓക്കെ, 3 കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാത്തൊരു എലമെന്റ് നോക്കാം. 5 എൻ്റർ ചെയ്യുന്നു. എലമെന്റ് 1, 6, 9, 8, 7 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ 11, 22 സെർച്ച് ചെയ്യുകയാണ്. ഇപ്പം എലമെന്റ് കിട്ടിയില്ല എന്ന് പറയുന്നു. ഇതാണ് ലീനിയർ സെർച്ചിന്റെ പ്രോഗ്രാം. അപ്പം ഇതിന്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ചെയ്യത്തുള്ളൂ. കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. അപ്പം അൽഗോരിതം ഫ്ലോ ചാർട്ടും എങ്ങനെ ഇതിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ടെന്നാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സി പഠിക്കുവാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു എപ്പിസോഡും നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് arduino പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ കാർഡിൽ ഇപ്പോൾ വരും. അപ്പോൾ അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇനിയും ഇതിലും നല്ല എപ്പിസോഡുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.